ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായി എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കണം. നമ്മളിങ്ങനെ ചെയ്യണത് നന്നായി മസാല പിടിച്ചിട്ടാനും പിന്നെ നമ്മൾ ചിക്കന് നല്ല പ്രത്യേക സോഫ്റ്റ്നെസ്സും ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാതും എടുത്തതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. നമ്മളതിൽ സ്റ്റോക്കില്ലാത്ത കാരണമാണ് ഇടാത്തത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വലിയ ജീരകം 1 സ്പൂണ്, പിന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സിയുടെ ജാറിൽ നമുക്കത് അടിച്ചെടുക്കാം. ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഓരോ പീസ് വെച്ചിട്ട് അതുമ്മേക്ക് മസാല തേച്ച് കൊടുക്കാം നമുക്ക്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് എനിക്ക് എൻ്റെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാതും മസാല തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ കനലുണ്ടാക്കാൻ വേണ്ടി താബൂക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചിരട്ടയും ചകിരിയും വെച്ചിട്ടാണ് കനലുണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കനലൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്രില്ലുമ്മേക്ക് ചിക്കൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം. ഇക്കയാണ് കേട്ടോ കനലൊക്കെ ഉണ്ടാക്കുന്നതും ചിക്കൻ ഗ്രില്ല് ചെയ്യണതും. ഞാൻ മസാല പരട്ടി കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇക്കയാണ് ചെയ്തു തരാറ് കേട്ടോ. അപ്പോൾ എല്ലാതും ഗ്രില്ലുമ്മേക്ക് വെച്ച് കൊടുത്തു. ഇനി കനലിൻ്റെ മേലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള മസാല ചിക്കൻ്റെ മേലെ ഒന്ന് പരട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ എണ്ണ കനലിലേക്ക് പോകുമ്പോൾ അതിന് സ്മോക്ക് വരും. ആ സ്മോക്കിൻ്റെ ഒരു സ്മെല്ല് ചിക്കന്മേൽ പിടിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതാണ് നമ്മളെ ചിക്കൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്, ആ സ്മോക്കി സ്മെല്ലാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണേക്കാളും നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു ഭാഗം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗം കൂടി സെറ്റാവട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ അതാ എല്ലാ ഭാഗവും സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കൂടെ കഴിക്കാൻ വേണ്ടി പൊറാട്ടയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൊറാട്ടയും ഗ്രിൽഡ് ചിക്കനും കൂടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ.